ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിരുന്നു നമ്മുടെ യു കെയിൽ വന്നിട്ട് എൻ്റെ കുറേ നാളത്തെ എക്സ്പീരിയൻസ് ഇട്ടില്ലേ. അപ്പോൾ ആ വീഡിയോയുടെ താഴെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. യു കെയിലുള്ള കൾച്ചറൽ ഡിഫറൻസിനെ കുറിച്ചും കൾച്ചറൽ ഷോക്കിനെ കുറിച്ച് അതുപോലെ ഡ്രഗ്സിൻ്റെ അബ്യൂസിനെ കുറിച്ച് നമ്മളൊരു കമ്പാരിസൺ പോലൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നന്ദന കമൻറ്റ് ചെയ്തിരുന്നു. നന്ദന എൻ്റെ കുറേ വീഡിയോസിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്. കുറേ ഇങ്ങനെ അതിനെ അറിയാൻ ക്യൂരിയോസിറ്റിയുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. വളരെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് വീഡിയോ ചുമ്മാ ഇങ്ങനെ അലുക്കുലത്തെ വീഡിയോയിൽ ഇട്ടപ്പോഴും ഞാൻ ആലോചിച്ചു, അയ്യോ അതിൻ്റെ കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നന്ദന കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. പിന്നെ എനിക്ക് മടി പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ടയർഡ്നെസ് കാരണവും അവധി കിട്ടുന്ന ദിവസങ്ങളിൽ ഇതുപോലെ അങ്ങ് ഇരിക്കും. അങ്ങനെ രാവിലെ തൊട്ട് ഞാൻ ആലോചിച്ച് ഇപ്പം സമയം ഏകദേശം വൈകുന്നേരം ആയപ്പോഴാണ് എനിക്കിപ്പോഴും വയ്യ കേട്ടോ. എന്നിട്ട് ഞാനോട് തല്ലല്ല ഇന്നൊരു വീഡിയോ ചെയ്യണം. അപ്പം അങ്ങനെ ആ വീഡിയോയിലേക്ക് വരികയാണ്. പിന്നെ പൊതുവെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഒന്നിനും ഒരു കണ്ടിന്യൂറ്റി, ഒരു കണക്ഷനും കിട്ടത്തില്ല. ഞാനൊന്നും പറഞ്ഞതിൻ്റെ പുറകിൽ അടുത്തത് പറഞ്ഞ് അങ്ങ് കണക്ട് ചെയ്ത് പോകും. അതെന്താണെന്ന് അറിയാമോ? ഞാൻ വീഡിയോസ് ഒന്നും സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടല്ല ചെയ്യുന്നത്. എൻ്റെ വായിൽ വരുന്ന കാര്യങ്ങൾ അങ്ങ് പറയുക, അങ്ങനെ പറഞ്ഞിട്ടേ ഒരു കാര്യമുള്ളൂ. എനിക്കല്ലാതെ ഈ ഒന്നും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റൊക്കെ റെഡി ചെയ്ത് വെച്ച് അത് ബൈ ഹാർട്ട് ചെയ്ത് പറഞ്ഞാൽ തന്നെ കൊണ്ട് നടപടി ആവത്തില്ല. ഇതാണ് എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻസ്. ഓക്കെ, അപ്പോൾ കൾച്ചറൽ ഷോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര രസകരമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറയാം കേട്ടോ. നമ്മളിവിടെ വന്ന ആദ്യത്തെ കുറച്ച് 1-2 മാസം എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം ഭയങ്കര കൗതുകമായിരുന്നു. ഞാനിതിനു മുമ്പ് വിദേശ രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു കൾച്ചറിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഇത് യു കെ ആണ്, വെസ്റ്റേൺ കൺട്രി ആണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സിങ് ആണെങ്കിലും ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും അടിമുടി വ്യത്യാസമാണ്, ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മളെല്ലാം ഭയങ്കര ഇമോഷണലായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാർ വളരെ സില്ലി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒന്നാമത്തെ കാര്യം എനിക്കിവിടെ വന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഡ്രസ്സിങ്ങിനേക്കാളും കൂടുതലും ഫ്രം ദ ബിഗിനിങ്ങിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഞാൻ വന്നതിന് നെക്സ്റ്റ് ഡേ കോളേജിൽ പോയപ്പോൾ അവിടെ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. നമ്മൾ ഈ സ്റ്റാഫ് റൂമിൽ ചെന്ന് ടീച്ചേഴ്സിനെ കണ്ട് അവരുടെ അടുത്തു നിന്നൊരു കാര്യം കൺവിൻസ് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്കിവിടെ ഒരു സ്റ്റുഡൻറ്റ് ലൈബ്രറി റൂം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് നമുക്ക് വേണ്ട ഫോമും കാര്യങ്ങളും നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഒരു കൂപ്പൺ എടുത്ത്, ഒരു വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കൗണ്ടർ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് വെയിറ്റ് ചെയ്ത് നമ്മളെപ്പോലെ പഠിച്ചിറങ്ങിയ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഹെൽപ്പ് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സായിട്ട് തോന്നി. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ടീച്ചറിനെ കണ്ടപ്പോൾ ഞാൻ സാർ എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. ഒരു ചൈനീസ് പുള്ളിയായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഞാനിവിടെയുള്ള എല്ലാവരോടും സാർ മാം അങ്ങനെയൊക്കെ ഒരു വേയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പേഴ്സണൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും പേര് വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കണമെങ്കിൽ പോലും നമ്മുടെ പേര് വിളിച്ചാൽ മതി, അല്ലാതെ സാർ മാം അങ്ങനെയൊന്നും ഇവിടെ ആരെയും വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു അധ്യാപകനാണെങ്കിൽ പോലും ഏറ്റവും റെസ്പെക്റ്റ് കൊടുക്കുന്ന അവരുടെ പേര് വളരെ ഭംഗിയായി പ്രൊണൗൺസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വിളിക്കുക. അത് ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ അവരുടെ പേര് എടുത്ത് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാൽ മതി, അതല്ലാതെ റെസ്പെക്റ്റ് തരണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇനി എന്നാലും അധ്യാപകരെ കയറി പേര് വിളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടി കേട്ടോ. ഈ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ അത് കഴിഞ്ഞിട്ട് എനിക്കിന്നൊരു റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടി. അപ്പോൾ അവിടുത്തെ മാനേജറേയും, പുള്ളിയുടെ പേര് സാഷ അങ്ങനെ എന്തോ ആയിരുന്നു, പുള്ളിനെ ഞാൻ സാറെന്ന് വിളിച്ചപ്പോൾ പുള്ളി ഇത് തന്നെ പറഞ്ഞു, ഇവിടെ മാനേജർ ആയാലും ഇതിൻ്റെ ഓണർ ആയാലും ആരാണെങ്കിലും നിങ്ങൾ പേര് വിളിച്ചാൽ മതി. ഇവിടുത്തെ മുതലാളികൾക്കും തൊഴിലാളികൾക്കും ഒരേ റൈറ്റ്സ് തന്നെയാണുള്ളത്, അല്ലാതെ സാർ എന്ന് വിളിച്ച് നമ്മളോട് കുമ്പിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ആ ഒരു ഡിഫറൻസ് ഭയങ്കര ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 1-2 വയസ്സ് കൂടുതലുള്ളവരെ പോലും നമ്മൾ പേര് വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചീന്ന് വിളിക്കണം, ചേട്ടാന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് തിരുത്തുന്ന നമ്മുടെ വീട്ടുകാർ. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിനും സാർ മാം എന്ന് വിളിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ പേര് സംബോധന ചെയ്തു കഴിഞ്ഞാൽ എന്തോ ഭയങ്കരമായൊരു കുറച്ചിൽ പോലെയാണ് കാണുന്നത്. ഇവിടുത്തെ ആർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ഭയങ്കര ഒരു വേയിൽ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ മാനേജറിനോട് ആരോടാണെങ്കിലും നമ്മുടെ
ഫ്ലോറിൻ്റെ സൂപ്പർവൈസറോടാണെങ്കിലും മാനേജറോടാണെങ്കിലും ആരെ കണ്ടാലും പേരറിയെങ്കിൽ ഞാൻ പേരാ വിളിക്കുന്നത്. അവരതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആരും ആ ഒരു സാർ എന്നുള്ളൊരു വിളി എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതൊരു വലിയൊരു ഡിഫറൻസ് ആണ്. പിന്നെ ഈ നന്ദന പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ ഒരു കണ്ടന്റിൻ്റെ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം റോഡിൽ കൂടെ ഷിഫ്റ്റ് കഴിഞ്ഞ് നടന്നു വരുന്ന വഴിക്ക് സാറ്റർഡേയിൽ ഇവിടെ ഫ്രൈഡേ നൈറ്റ് സാറ്റർഡേ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലൈവായിട്ടുള്ള ദിവസങ്ങളാണ്. കാരണം മിക്ക ഓഫീസുകളും അവധിയായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇവർ ഒരു വീക്കിൽ ഉണ്ടാക്കുന്ന പൈസ മൊത്തം സ്പെൻഡ് ചെയ്യുന്ന എല്ലാ ലക്ഷറി ഇവർ അനുഭവിക്കുന്ന എല്ലാ രീതിയിലും എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു നൈറ്റ് 10-11 മണി സമയം എന്തോ ആണ്, കുറച്ച് പെൺപിള്ളേരും ഫ്രണ്ട്സൊക്കെ കൂടി ഇങ്ങനെ നടന്നു പോവാണ്. വളരെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് പോന്നു. അതിൽ പെണ്ണുങ്ങൾക്കൊന്നും ഒരു ലെവലേഷൻ ബോധമില്ലടോ, ഒട്ടും ബോധമില്ലാതെ ഇങ്ങനെ ആടിയോല്ലാം ഞാൻ വഴി പോകുന്ന ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ കണ്ടപ്പോൾ അത് ഞാൻ ദൂരെ നിൽക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. ഞാൻ ആ വീഡിയോ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാട്ടോ. അപ്പം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, ഈ വീഡിയോ എടുക്കേണ്ട ഒരു പർപ്പസ് കൊണ്ട് ഞാൻ മാത്രം അതിങ്ങനെ നോക്കിയെന്നല്ലാതെ അതിലേ കൂടെ പോകുന്ന ആരും ആ പെണ്ണ് വെള്ളം അടിച്ചിട്ടാണോ അല്ലെങ്കിൽ ആ പെണ്ണിട്ടേക്കുന്ന ഉടുപ്പിന് ഇറക്കം കുറവാണോ എന്നൊന്നും ഇവിടെ ആരും നോക്കില്ല. ഈവൻ മലയാളികൾ പാസ് ചെയ്താൽ പോലും നോക്കൂല. അതുപോലെ മിക്കപ്പോഴും ഇങ്ങനെയുള്ള വീക്കെൻഡ്സിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നൈറ്റ് സ്റ്റേഷനിലൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ചില പെൺപിള്ളേർ ബോധമില്ലാതെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചമ്രം പടഞ്ഞിരുന്ന് അവിടെ ഇരിക്കുന്ന സർവീസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നല്ല ചീത്തയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ലൗഡായിട്ട് ഒട്ടും ബോധമില്ലാണ്ട് ഈ മുണ്ടുരിഞ്ഞ് തലയിൽ കിട്ടുന്ന അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിൽ പെർഫോം ചെയ്യുന്നത് മിക്കപ്പോഴും കാണാറുണ്ട്. ഇവിടെ ഒന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. ഇവിടെ ഏറ്റവും വലിയ കാര്യം, ഇവിടെ സദാചാര കമ്മിറ്റിയും സദാചാര പോലീസുകാരും അങ്ങനത്തെ ചിന്താഗതിയുള്ള ആരുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ പഠിക്കുകയും ജോലി ചെയ്യുന്നവർ പോലും മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നടക്കേണ്ടവൻ നല്ല രീതിക്ക് നടക്കും. അല്ലെങ്കിൽ ഇതൊന്നും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് അവരുടെ ഒരു കൾച്ചറാണ്. ഈവൻ നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരെ പറയുന്നതിനെക്കാട്ടിലും ഞാൻ കുറച്ച് നാൾ മുന്നേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ വന്നിരുന്നത് എനിക്ക് 100% ഷുവറാണ് അവർ ഇന്ത്യൻ കസ്റ്റമേഴ്സാണ്. അപ്പം ഞാൻ സംസാരിച്ചു, ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഇങ്ങനെ ഇപ്പം ഒരു ശബ്ദം കേട്ട് ഞാൻ നേരെ നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ കിസ് ചെയ്യാണ്. ഡീപ്പ് കിസ് ചെയ്യല്ലേ തൊട്ട്. ഇതൊരു പൊതു സ്ഥാപനമാണ്, നല്ല റഷുണ്ട്, ഞാൻ അവരെ സെർവ് ചെയ്തുകൊണ്ട് നിൽക്കുക, എൻ്റെ മുന്നിൽ നിന്ന് ഇവർ ചെയ്യുക. നമ്മളെ നാട്ടിലാണെങ്കിൽ അപ്പം ആരുടാ അത്, നീ ഏതാടാ, നീ എവിടാ, നിൻ്റെ വീട്ടിലാരുണ്ട്, ഇവരുണ്ട്, അതുണ്ട്, നമ്പർ ഇട്, വീട്ടിൽ വിളി, പോലീസിനെ വിളി, ഇങ്ങനെ പലതും. ഇവർ പാർട്ട്നേഴ്സ് ഒന്നും ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്, അങ്ങനെ ഇങ്ങനെ കുറേ ടേംസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ബട്ട് അവർ ഇന്ത്യൻസ് ആണ്, എനിക്ക് ഉറപ്പാണത്. ബിക്കോസ് അവർ പറയുന്ന ഭാഷ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. മലയാളികൾ തന്നെയാണ്. ഇവരിതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ബിക്കോസ് അവർക്കറിയില്ലല്ലോ ഞാൻ ഏത് നാട്ടുകാരിയാണെന്നുള്ളത്. അപ്പോൾ അവർക്കൊന്നും ബോധറിയേണ്ട കാര്യമില്ല, എനിക്കിതൊന്നും ബോധറേണ്ട കാര്യമില്ല. പെട്ടെന്ന് ശബ്ദം കേട്ട് ഞാൻ ഇങ്ങനെ കണ്ണും വീഴ്ചു എന്നല്ലാതെ ഞാൻ അപ്പം തന്നെ എൻ്റെ അറ്റൻഷൻ ഓക്കെ ഇനി അങ്ങോട്ട് നോക്കല്, ഞാൻ എൻ്റെ ജോലിയിൽ ഞാൻ വ്യാപൃതയായി, ഞാൻ മനഃപൂർവ്വം എൻ്റെ കണ്ണിനെ ഞാൻ അങ്ങോട്ടേക്കുള്ള ഫോക്കസ് ഞാൻ കട്ട് ചെയ്ത് നിർത്തി. ഇതൊക്കെ ഇവിടെ ഭയങ്കര കോമൺ ആണ്. ഇവിടെ ഏറ്റവും വലിയ കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർ തന്നെ ഇവിടെ ഫാമിലി ആയിട്ടും അല്ലെ ഫ്രണ്ട്സായിട്ടും റിലേഷൻഷിപ്പായിട്ടും അങ്ങനെ പല രീതിയിൽ എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഒന്നും സദാചാര പോലീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ആരും അങ്ങനെയുള്ള ടേംസിലൊന്നും ഒട്ടും തന്നെ മൈൻഡ് കൊടുക്കാതെ വളരെ അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്. അതല്ല, നല്ല സൗഹൃദങ്ങൾ, നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സുഹൃത്തുക്കളായിട്ട് പുറത്തു പോയി എൻജോയ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, എനിക്ക് എൻ്റെ നാടാണ് ഏറ്റവും ഇഷ്ടം. ഇവൻതോ ഞാൻ പറയാണ്, പണ്ടെപ്പോഴും എൻ്റെ അനിയനും ഞാനും കൂടി വൈകിട്ട് പുറത്തു വന്ന് നിന്നപ്പോൾ വീട്ടിൽ നല്ലമ്മച്ചി അമ്മൂമ്മ പറഞ്ഞായിരുന്നു, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നവർക്ക് അറിയില്ലല്ലോ. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ വൈകുന്നേരം ഇപ്പം പ്രായം തോന്നിയൊരു പെണ്ണൊരു, എൻ്റെ അനിയൻ എന്നെക്കാളും 7-8 വയസ്സിന് ഇളയതാണ്. ഇപ്പോൾ അവൻ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി വലുതായിട്ട് നല്ല പ്രായം തോന്നിക്കും. ഐ മീൻ ഞാനൊരു പെൺകൊച്ച്, അതൊരു വലിയ ചെറുക്കൻ, അങ്ങനെ തോന്നിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ പോകരുത്, ആൾക്കാരെന്ത് പറയുമെന്ന്. ഞാൻ അന്ന് നല്ലത് തിരിച്ച് പറയും, ആൾക്കാരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമൊന്നുമില്ല, അതൊന്നും എൻ്റെ കൺസേൺ അല്ല. നമുക്ക് ഈ ഇരുട്ട് ബാധിച്ചവരുടെ കണ്ണിൻ്റെ അകത്ത് നമുക്ക് വെള്ളം കോരി ഒഴിച്ചതിൽ വെളിച്ചുണ്ടാക്കാനൊന്നും കഴിയില്ല. ഇരുട്ട് ബാധിച്ചത് ഇരുട്ട് തന്നെയാണ്. ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് സ്കൂളിൽ പോയതിന്
ഒരു റിലേറ്റീവ് അങ്കിൾ എന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ എനിക്ക് ലിഫ്റ്റ് തന്നതിന് എൻ്റെ വീട്ടിൽ എന്താ പറയുക കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അവളെ ഏതൊരു ചെറുക്കൻ്റെ കൂടെ എൻ്റെ അച്ഛൻ്റെ കൂടെ പോയിന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ നാട്. ഇവൻ എല്ലാ നാടും തന്നെ കേട്ടോ. അപ്പം സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ അരി വേവിച്ചില്ലെങ്കിലും മറ്റുള്ളവൻ്റെ വീട്ടിൽ എന്താണെന്നുള്ളതിലുള്ള എല്ലാവരുടെയും തലയും കണ്ണും ഒക്കെ അതങ്ങനെ തന്നെയാണ്.